ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതേ റെസിപ്പിയിൽ തന്നെ നമുക്ക് എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ വെള്ളം എടുക്കാം. നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഓയിൽ ചേർക്കാം. കോക്കനട്ട് ഓയിൽ ചേർക്കരുത്, വേറെ ഏത് റിഫൈൻഡ് ഓയിലും നമുക്കിതിന് വേണ്ടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഈ ഓയിൽ ചേർക്കുന്നത് റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന അരി കഴുകി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേ സമയം നമുക്ക് ഈ വെള്ളം ഒന്ന് ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതേപോലെ തിളയ്ക്കുമ്പം തന്നെ നമ്മുടെ റൈസ് വേവും. അധികം വേവരുത്, ഒരു ഹാഫ് വേവ് ആവുമ്പം തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഊറ്റി മാറ്റാം. നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഉണ്ടാക്കാം. സമയമുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് ഇതേപോലെ അരി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതായി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വെജിറ്റബിൾസും ചേർക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് വെജിറ്റബിൾസും നമുക്ക് ഫ്രൈഡ് റൈസിനകത്ത് ചേർക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, കോൺ, അതേപോലെ നമുക്ക് ക്യാപ്സിക്കവും ചേർക്കാം. ഗ്രീനും റെഡുമായിട്ടുള്ള ക്യാപ്സിക്കമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസിൽ വെള്ളമെല്ലാം വറ്റി ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ചേർക്കുക, അല്ലെങ്കിൽ നമുക്ക് ചോറ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ആ സോസും വെജിറ്റബിൾസും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയം നിങ്ങൾ ഉപ്പൊന്ന് പാകമാണോ നോക്കുക. കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇവനിപ്പം നിങ്ങൾ എഗ് ഫ്രൈഡ് റൈസോ ചിക്കൻ ഫ്രൈഡ് റൈസോ ആണ് തയ്യാറാക്കുന്നതെങ്കിൽ എഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആണെങ്കിൽ വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്